പേര് നീരജ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി മുക്കിൽ നേമം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ റോഡ് വീലറാണ്. ഇവളുടെ പേര് വന്നിട്ട് യൂസി ഓഫ് റെഡ് സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് ആസ്റ്റർ, വേൾഡ് ചാമ്പ്യൻ ആസ്റ്ററുടെ ഗ്രാൻഡ് ഡോട്ടറാണ്. യൂനോ വോൺ ബ്ലൂ ആൻഡ് വെല്ലി എന്ന് പറഞ്ഞൊരു ചാമ്പ്യൻ ഇമ്പോർട്ടിൻ്റെ ഡയറക്റ്റ് ഡോട്ടറാണ് ഇവൾ വന്നിട്ട് 3 തവണ ലിറ്ററായിട്ടുണ്ട്. ഇവളിപ്പോൾ ഒരു ഇമ്പോർട്ട് ഡോഗിൽ മേറ്റ് ചെയ്ത് കൺസീവായി നിൽക്കുകയാണ്. ഇവൾക്കിപ്പോൾ 5 വയസ്സുണ്ട്. ടോട്ടലി റോഡ് വീലർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു ബ്രീഡാണ്. എന്നാൽ കംപ്ലീറ്റ്ലി ആൾക്കാരുമായിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ആൾക്കാരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. എന്നാൽ ബൗണ്ടറി ഗാർഡിങ് ആവശ്യത്തിന് ഈ ഡോഗിനുണ്ട്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഡോഗ് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇതോ കാണിക്കത്തില്ല. അതേസമയം ആരെങ്കിലും വയലൻ്റ് ആവുകയോ ഇപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ഡോഗ് അതിൻ്റെ ടെമ്പർമെൻറ്റ് കാണിക്കും. നല്ല രീതിയിൽ ബോൾ ട്രേസുള്ള മറ്റ് ഫാൾട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു ഡോഗാണ്. ഇവൾക്കിപ്പോൾ 5 വയസ്സായി. അപ്പോൾ ഞാൻ കുടുംബശ്രീയിൽ പ്രോഗ്രാം മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ജോലിയോടൊപ്പം ഒരു പാഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡോഗ് വളർത്തുന്നത്. ഡോഗിൻ്റെ ഒരു ബ്രീഡിങ്ങും സൈഡ് വഴി ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഉള്ളത് 2 ഫീമെയിലും 1 മെയിലുമാണ്. മെയിൽ ഞങ്ങൾ സ്റ്റഡിങ് മെയിലുമാണ്. 2 ഫീമെയിലുള്ളത് ഒന്ന് ഈ പറഞ്ഞ ഇമ്പോർട്ട് യൂനോയുടെ ഡോട്ടറും മറ്റൊന്ന് മാനോ ഹൗസ് ഓഫ് ദേശ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമ്പോർട്ടിൻ്റെ ഡോട്ടറുമാണ്. അപ്പോൾ ഇവളിപ്പോൾ കൺസീവാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ മാനോ ഹൗസ് ഓഫ് ദേശയുടെ ഡോട്ടർ ലിറ്ററായി അതിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ കിടപ്പുണ്ട്. അത് ഇമ്പോർട്ട് ഡോഗായ ഗ്രൂം ടിമിറ്റോറിൻ്റെ സണ്ണിലാണ് ഇമ്പോർട്ട് മേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഇവിടെ ചേച്ചിയാണ് ഇവളെ നോക്കി വളർത്തുകയൊക്കെ ചെയ്യുന്നത്. ഇവൾ ഫുള്ളി ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പോൾ ലീഷിൽ നിന്ന് വിട്ടാലും മറ്റ് ആൾക്കാരെ ആക്രമിക്കുകയോ അങ്ങനെ ഒരു ശീലമോ ഇല്ല. ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ ചുറ്റിപ്പറ്റി നിൽക്കുകയും നമ്മുടെ സ്ഥലം കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളൊരു ടെമ്പർമെൻറ്റ് അവൾക്കുണ്ട്. ആൾക്കാരെ കണ്ടാലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു സാധനങ്ങൾ നശിപ്പിക്കാതെയോ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. വളരെ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാം, ഇവിടെ അടുത്ത് പോകാം, കുഴപ്പമില്ല. റോഡ് വീലർ എന്ന് പറയുമ്പോൾ ഒരു നല്ല സ്റ്റബ്ബോൺ ആയിട്ടുള്ളൊരു ബ്രീഡാണ്. കാരണം നമ്മൾ മറ്റൊരു ചെറിയ ബ്രീഡിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാളും ആ പപ്പിയെ മറ്റ് ഡേഞ്ചേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഉദാഹരണത്തിന് ഒരു ചെറിയ ബീഗളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റ് നാടൻ പട്ടികൾ കടിക്കാൻ വരികയോ ഓട്ടിക്കുകയോ ചെയ്താൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മറ്റ് കടി കിട്ടാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളതിനെ എടുത്ത് പൊക്കി നിർത്തേണ്ടി വരും. അതേസമയം റോഡ് വീലറിനെ കൊണ്ട് നമുക്ക് എവിടെ വേണോ പോവാം. കാരണം നമ്മളെക്കാളും കോൺഫിഡൻസ് ലെവൽ റോഡ് വീലറിനുണ്ട്. അതിനെ വേറൊരു നായ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ഇത് വേണ്ട. ഒരു 6 മാസമായിട്ടുള്ള റോഡ് വീലർ ഈ പറഞ്ഞതുപോലെ ഏതൊരു ഡോഗിനെയും കോമ്പീറ്റ് ചെയ്യും. നല്ല രീതിയിൽ നല്ല ജനുസിൽപ്പെട്ട ഒരു റോഡ് വീലറാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവളെ കൊണ്ട് പുറത്ത് പോകാം. മറ്റ് അസുഖങ്ങളൊന്നും പുറത്തുനിന്ന് കിട്ടാതിരുന്നാൽ മതി. ബാക്കി മറ്റ് ഡോഗ്സ് ആക്രമിക്കുമെന്നോ അങ്ങനെയുള്ള പേടി നമ്മൾ റോഡ് വീലറിൽ നോക്കണ്ട. അതുമാത്രമല്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ചെയ്യാനും ഇപ്പോൾ റോഡ് വീലർ ഏറ്റവും കൂടുതൽ ബ്രീഡിങ് നടക്കുന്നതിൻ്റെ കാരണം തന്നെ റോഡ് വീലർ മെയിൻ്റനൻസും അസുഖങ്ങളും കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ റോഡ് വീലറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ ചേച്ചിയാണ് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് പാമ്പർ ചെയ്യാറുള്ളൂ. പക്ഷേ എന്നെ ദൂരെ നിന്ന് കണ്ടാലേ ഓടി എൻ്റെ അടുത്ത് വരും. പിന്നെ ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോകണം. പുറത്ത് കൊണ്ടുപോയി കുറച്ചൊക്കെ കളിപ്പിച്ചാലേ അവൾ നിൽക്കത്തുള്ളൂ. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അമ്മാമ്മയാണ്, വയസ്സായ അമ്മാമ്മയാണ് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ആരെങ്കിലും ഒരാൾ പാമ്പർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ ഫുഡ് എടുക്കാതെ വരെ കിടന്ന് കളയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവളുടെ. റൈസും ചിക്കനുമാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നീട് ഈ മേറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് ഡ്രൈ ഫുഡ്, പെഡിഗിരിയോ റോയൽ കനാനോ അങ്ങനെയുള്ള ഫുഡ് 45 ദിവസം മുതൽ നമ്മൾ ഡ്രൈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. കുട്ടികൾക്ക് 30 ദിവസം ആവുന്നത് വരെ ഡ്രൈ ഫുഡും ചിക്കനും ബീഫും മിക്സ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. പിന്നീട് അതിന് വേണ്ട സപ്ലിമെൻറ്റ്സും കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഡോഗാണ്. ഇമ്പോർട്ട്
ആയിട്ടുള്ള മാനോ ഹൗസ് ഓഫ് ദേശ എന്ന് പറയുന്ന ഇമ്പോർട്ടിൻ്റെയും ഗ്രോമിൻ്റെ ജിസ്മോ ടിമിറ്റോറിൻ്റെയും കോമ്പിനേഷനിലുള്ള ഒരു ഡോഗാണ്. ഇത് ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ ഒരു ഡോട്ടറാണ്. 18 മാസമാണ് പ്രായം. ഇതിൻ്റെ ഫസ്റ്റ് ലിറ്ററാണ് ഇപ്പോൾ ഗ്രോം ടിമിറ്റോറിൻ്റെ സണ്ണിൽ ഇറങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇവള് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുള്ളൊരു ഫീമെയിലാണ്. ചില ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടം ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുള്ള, ടാൻ മാർക്കിങ് കുറവാണ്. ഇവരുടെയൊക്കെ ഈ ഇമ്പോർട്ട് ലൈൻസിൽ വരുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ക്യാരക്ടർ ഇഷ്യൂസ് കാണത്തില്ല. ഈ പറഞ്ഞതുപോലെ അഗ്രഷൻ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കടിച്ച് നശിപ്പിക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ് കാണത്തില്ല. വളരെ ഫ്രണ്ട്ലിയാണ് ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ആർക്ക് വേണം കൊണ്ട് നടക്കാം. ഇതും മറ്റ് ഡോഗിനെ അപേക്ഷിച്ച് ഇതൊരു ഷോ ടൈപ്പ് ഡോഗാണ്. ചെറിയ കോമ്പാക്ട് ഡോഗാണ്, വളരെ ഫ്രണ്ട്ലിയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടെ ഈ ഡോഗിനെ രണ്ടുപേരെയും നോക്കുന്നത് ലേഡീസാണ്. അപ്പോൾ വയസ്സായ അമ്മാമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും നോക്കുമ്പോൾ വളരെ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ മറ്റാർക്കും കൊടുക്കാനോ മറ്റ് ട്രെയിനിങ്ങിന് പുറത്ത് വിടാൻ തന്നെ നമുക്കൊരു മനസ്സ് വരാത്തത്. ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ക്യാരക്ടർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെ വേണമെങ്കിലും ഇണങ്ങാനും അതനുസരിച്ച് എന്താ പറയുക സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനും. ഇപ്പം നമ്മൾ ഒരു ദിവസം ഫുഡ് കൊടുത്തില്ല എങ്കിൽ പോലും മറ്റ് ഇഷ്യൂസൊന്നുമില്ല. നമ്മൾ അടുത്ത ദിവസം വന്ന് നമുക്ക് ഒരു ദിവസം ഇല്ല എങ്കിൽ പോലും അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ടുള്ള അഗ്രഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. യൂസിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണമെങ്കിൽ ഉദാഹരണത്തിന് ഫുഡിനാണെങ്കിൽ ഫുഡിനെ അവൾ കുരയ്ക്കും, മറ്റാൾക്കാരെ കണ്ടാൽ കുരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൾ കുരയ്ക്കും. പക്ഷേ ഇവളങ്ങനെയല്ല. ഇവൾ ഫുള്ളി കാമാണ്. നമ്മൾ ആരെങ്കിലും ചെന്ന് ഈ പറഞ്ഞ പോലെ അറിയാത്തൊരാൾ പോയി തൊട്ടാലും അവളെ പാമ്പർ ചെയ്യാൻ വേണ്ടി അവൾ കിടന്നു കൊടുക്കും. അവളൊരു കംപ്ലീറ്റ്ലി റോഡ് വീലർ എന്ന് തന്നെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല. കാരണം ഒരു ലാബിൻ്റെ സ്വഭാവമാണ്. ഫുഡ് കഴിക്കുക, കിടക്കുക. ആരെങ്കിലും പാമ്പർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കാണാം, ജസ്റ്റ് ഒന്ന് പാമ്പർ ചെയ്താൽ അവിടെ തന്നെ കിടന്നോളും. നിങ്ങൾക്ക് ആർക്ക് വേണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക ഒരു പേടിയും ഒരിതുമുണ്ട്. പക്ഷേ അടി കൊടുത്തിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ അടിച്ചിട്ടില്ല. ഇവിടെ ഡോഗ്സിനെ അടിക്കുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട്. പിന്നെ ഒരു കുഴപ്പം, ഇവൾ മറ്റു ഡോഗിനേക്കാളും വേറെ ഡോഗ്സിനെ കണ്ടാൽ ഓടിക്കളയും, പുറകെ ഓടേണ്ടി വരും. അവൾ ടെറിട്ടറി വിട്ട് വെളിയിൽ പോവില്ല, പക്ഷേ ഇവൾ ടെറിട്ടറി വിട്ട് ഓടിക്കളയും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവൾക്ക്. ഡോഗ്സ് അല്ല മോശം, ഡോഗ്സ് അതിൻ്റെ ഓണേഴ്സാണ്. അത് എന്താ പറയുക, അതിൻ്റെ ഇൻഹെറിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അത് അഗ്രസീവ് ആവുന്നത്. അല്ലെങ്കിൽ അതിനെ ആ ഒരു ടെമ്പർമെൻറ്റിൽ കൊണ്ടുവരണം. നമ്മളിപ്പോൾ കൃത്യമായൊരു ടൈമിൽ ആവശ്യത്തിന് ട്രെയിനിങ്, ഡോഗിന് നമ്മൾ ഫുഡ് കൊടുത്ത് വെറുതെ കേജിലിട്ടാൽ ഡോഗ് അഗ്രസീവ് ആവുക തന്നെ ചെയ്യും. അതിൻ്റെ എനർജി ലെവൽ കളയാൻ വേണ്ടി അതിന് കൃത്യമായ വർക്കൗട്ട് കൊടുക്കണം, സ്വിമ്മിങ് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം, അതിന് മാനസിക ഉല്ലാസത്തിന് എന്ത് വേണോ അതിന് നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ദിവസവും ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇത്രയും എന്താ പറയുക പവറുള്ളൊരു ഡോഗിനെ നമ്മൾ കീപ്പ് ചെയ്യാവും. അരമണിക്കൂറെങ്കിലും അതിനെ തുറന്നു വിടുകയും അതിൻ്റെ എനർജി ഡ്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ അതിന് ആ ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് കിട്ടുകയാണ്. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ അതിൻ്റെ ദേഹത്തേക്ക് വലിച്ചെടുക്കാനും ഈ പറഞ്ഞതുപോലെ അടുത്തൊരു ഗെയിമിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, എല്ലാവരും ബോൾ കാണിച്ചാണ് ക്രൈസ് ചെയ്യുന്നത്. കാരണം ആ ബോളിലാണ് അതിന് കുറച്ച് എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നാളെ എപ്പോൾ ബോൾ കിട്ടും എന്നുള്ളത് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത ബോൾ എടുക്കുമ്പോഴേക്കും തന്നെ ഡോഗ് ഫയറാവും. അതിന് കുറച്ച് നേരം നല്ല എനർജി കിട്ടും, നല്ല മാനസിക ഉല്ലാസം കിട്ടും. അങ്ങനെയാണ് റോഡ് വീലറിനെ സാധാരണ എല്ലാവരും ട്രെയിൻ ചെയ്യുന്നത് തന്നെ. വെറുതെ റോഡ് വീലറിനെ ഇട്ടാൽ അത് സ്വാഭാവികമായിട്ട് അഗ്രസീവ് ആവും. ഇവക്ക് അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് എല്ലാവരോടും ഒരു അടുപ്പമാണ്. ഇപ്പോൾ എന്നോട് പ്രത്യേകിച്ചെന്നല്ല, ആര് വന്ന് അവർക്ക് ഫുഡ് കൊടുക്കുകയും അവളെ പാമ്പർ ചെയ്യുകയും ചെയ്താൽ ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കും ഈ പറഞ്ഞതുപോലെ. പക്ഷേ സ്ഥലം മാറി നിൽക്കത്തില്ല കേട്ടോ. സ്ഥലം മാറിയാൽ ഫുഡും കഴിക്കത്തില്ല. ഞാനൊരിക്കൽ ഇവളെ മാറ്റി ചേച്ചിയുടെ വേറൊരു വീട്ടിലേക്ക് ആക്കിയപ്പോഴേക്കും ഫുഡ് കഴിക്കത്തില്ല, ആരടുത്തും പോകത്തില്ല, കൂട്ടിലങ്ങ് ഒതുങ്ങി കിടന്ന് കളയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവളുടെ. മാനോയുടെ ഡോട്ടറിൻ്റെ ഗ്രൂമുമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള പപ്പിയാണ് ഇത്. ഇപ്പോൾ 45 ദിവസം ആയ ഫീമെയിലാണ്. ഇതിൻ്റെ കൂടെ 7 പപ്പി ഉണ്ടായിരുന്നു, ബാക്കി പപ്പി സോൾഡായി. ഇപ്പോൾ ഈ ഫീമെയിൽ നമ്മൾ റീറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഷോ ക്യാരക്ടറിസ്റ്റിക്കുള്ള ഒരു ഫീമെയിലാണ്. ചബ്ബി ടൈപ്പല്ല, ഷോ ടൈപ്പിലുള്ള ഒരു ഫീമെയിലാണ്. നല്ല ഫയറും നല്ലൊരു പ്രോസ്പെക്റ്റസും ഉള്ള പപ്പിയാണ്. കൈക്കോ കാലിനോ ഒന്നും ഒരു വളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ബൈറ്റൊക്കെ നല്ല പ്യുവർ ബൈറ്റാണ്.
പുതിയൊരു ഹോമിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ടൈമായി. 45 ദിവസമായി. പുതിയ ഫുഡൊക്കെ എടുത്ത് തുടങ്ങി. കറക്റ്റാ. ബാക്കി ഇനി വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 45 ദിവസത്തിൽ ഫസ്റ്റ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ കണ്ടീഷനിലാണ് ഈ ഫീമെയിൽ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട യുസിയുടെ ഫസ്റ്റ് ലിറ്ററിലുള്ള മെയിൽ പപ്പിയാണ്. ഇതിനിപ്പോൾ 24 മാസമായി. ഇതിനിപ്പോൾ നമ്മളെ സ്റ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിലാണ്. ഇതിൻ്റെ ലിറ്റർ ഇപ്പോൾ ഇറങ്ങി കിടപ്പുണ്ട്. 24 മാസമായി. അത്യാവശ്യം ഷോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മെയിലാണ്. ഇവൻ വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, പുതിയ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് കളിക്കാനുള്ളൊരു ഇതിൽ പുറത്ത് ദേഹത്ത് കയറുക, മറ്റ് ഡോഗ്സിനോടൊന്നും അങ്ങനെ അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ദേഹത്ത് കയറാനും കളിക്കാനും ആര് വന്നാലും അവനെ കളിപ്പിക്കും. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് അവനെ നമ്മളങ്ങനെ പുറത്ത് വിടാറില്ല. അവനിപ്പോൾ അത്യാവശ്യം ഇവിടെ ലോക്കലായിട്ട് നല്ലപോലെ മേറ്റ് ചെയ്യുന്ന ഒരു മെയിലാണ്. ഇത് വന്നിട്ട് വേൾഡ് ചാമ്പ്യൻ ആസ്റ്ററിൻ്റെ ബ്ലഡ് ലൈനും ആസ്കോ ആൻ്റോണിയസ് എന്ന് പറയുന്ന മെയിലിൻ്റെ ബ്ലഡ് ലൈനും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ മെയിൽ. അത്യാവശ്യം ഷോ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഡോഗിലുണ്ട്. ബൈറ്റെല്ലാം കറക്റ്റാണ്. ലെഗും ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അത്യാവശ്യം ഷോ ചെയ്യാനുള്ള ബോളിനുള്ള ഫയറും ഉണ്ട്. നമ്മളിപ്പോൾ ഷോർട്ട് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലെ പെറ്റ് പോലെ വളർത്തുകയാണ്. അങ്ങനെ പുറത്തൊന്നും വലുതായിട്ട് വിടില്ല. വർക്കൗട്ട് വീട്ടിൽ ഇവിടുത്തെ വർക്കൗട്ട് അല്ലാതെ പുറത്തുള്ള വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇവനെന്ന് പറഞ്ഞാൽ ഫുള്ളി ബോളിൽ ക്രൈസ് ആയിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞതുപോലെ ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ ക്യാരക്ടർ ചെയ്ത് അങ്ങ് നിന്നോളും. ഫുള്ളി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഈ ഫ്രണ്ട്ലിനെസ് കൂടുമ്പോൾ അവൻ ദേഹത്ത് കയറാൻ നോക്കും, അവനെ തടവണം. അങ്ങനെയാണ് അവൻ്റെ ഒരു ക്യാരക്ടർ. അത് നമ്മുടെ ജോലിയുടെ ടെൻഷൻ്റെ ഇടയിൽ നമുക്കൊരു മാനസിക ഉല്ലാസമാണ് ഈ ഡോഗ്സിനെ വളർത്തുകയും. ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ്. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവനെ പുറത്ത് പോകാനായിട്ട് തുറന്നു വിടും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവനോടൊപ്പം സ്പെൻഡ് ചെയ്യും. അത് 8 മണിക്ക് അവൻ്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഫുഡ് കൊടുത്തിട്ടാണ് കയറുന്നത്. രാവിലെയും വൈകിട്ടുമാണ് ഇവന് ഫുഡ് കൊടുക്കുന്നത്. റൈസും നമ്മുടെ പെഡിഗ്രി മിക്സും അല്ലെങ്കിൽ ബീഫും ചേർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവനിപ്പോൾ അത്യാവശ്യം മേറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവൻ്റെ കുട്ടികൾ കിടപ്പുണ്ട്. നല്ല രീതിയിലുള്ള കുട്ടികളാണ്. കാരണം 2 നല്ല ബ്ലഡ് ലൈനാണ് ഇവനിൽ കമ്പൈൻ ചെയ്യുന്നത്. അതായത് വേൾഡ് ചാമ്പ്യനായ ആസ്റ്ററിൻ്റെ ബ്ലഡ് ലൈനും ആസ്കോ ആൻ്റോണിയസ് എന്ന് പറയുന്ന ബ്ലഡ് ലൈനുമാണ് ഇവൻ്റെ മദർ സൈഡിൽ കയറുന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഇവൻ ഇച്ചിരി ഹെവിയാണ്. ഇവൻ മറ്റ് ഡോഗുകളെ പോലെ പമ്മി, നേരത്തെ നമ്മൾ കാണിച്ച ഐറ വേറൊരു ടൈപ്പാണ്. അത് പമ്മി ഇരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് അത് കാണിക്കുക. അതേസമയം ഇവനെ എന്തെങ്കിലും കാണിച്ച് ഫയറാക്കി കഴിഞ്ഞാൽ അവൻ്റെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്നത് വരെ അവനത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവനെ ഇരുത്തി വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം രാത്രി മുഴുവൻ അഴിച്ചു വിട്ടാലും ഇവനിൽ ബാക്കി എനർജി കാണും. ഇവൻ ഫുള്ളി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നതാണ്. ഫുള്ളി വർക്കിംഗ് ഡോഗാണ്. അതെ, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനിയും നമ്മൾ തന്നെ ഒരു ഡോഗ് എടുക്കുകയാണെങ്കിൽ റോഡ് വീലറിലോട്ടേ നമ്മൾ പോകത്തുള്ളൂ. കാരണം അത്രയും ആ ഒരു ഇൻറ്റിമേഷൻ നമുക്ക് റോഡ് വീലറിലേ ഉള്ളൂ.